നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനുമായി യുദ്ധം ചെയ്തത് ശരിയാണോ? ഇസ്രായേലിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഇറാനിൽ സംയുക്ത ആക്രമണത്തിന് ഇറങ്ങിത്തിരിച്ചത് തെറ്റായിപ്പോയോ? ഇങ്ങനെ ഒരു ചോദ്യമാണ് അമേരിക്കൻ ജനതയ്ക്കിടയിൽ നൽകിക്കൊണ്ട് ഒരു സർവേ നടത്തപ്പെട്ടത്. എന്നാൽ ആ സർവേയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ സർവേയുടെ ഫലം കണ്ട് അമേരിക്കൻ ഭരണകൂടം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. 61% ജനങ്ങളും, അതായത് പകുതിയിലേറെ ജനങ്ങളും ഇപ്പോൾ ഈ അമേരിക്ക നടത്തിയ യുദ്ധം തെറ്റായിപ്പോയി, ഇതൊരു മണ്ടത്തരമാണ്, ഇതൊരു അനാവശ്യ കാര്യമായിരുന്നു എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അതായത് ഇസ്രായേലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 12 ദിവസത്തെ യുദ്ധം അവിടെ നടത്തിയത്, അതായത് ഇറാനിൽ നടത്തിയത്. ഇസ്രായേൽ പറയുന്നത് ഇറാൻ ആണവായുധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് ഇസ്രായേലിനെ ചുട്ടുകരിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴാണോ ഇറാന് ആണവായുധം പൂർണ്ണമായും ലഭിക്കുന്നത് ആ നിമിഷം ഇറാൻ ഇസ്രായേലിനെതിരെ അത് പ്രയോഗിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ അനുവദിച്ചുകൂടാ. ഇറാൻ പലതവണ പരസ്യമായി ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും ഭീഷണികളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചർച്ച അല്ലെങ്കിൽ ഇങ്ങനെയൊരു വിശ്വാസം പൊതുവെ പാശ്ചാത്യ ലോകത്തിൽ പടർന്നു പിടിച്ചത്. എന്തായാലും ഇത്തവണ ആണവായുധങ്ങൾ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 12 ദിവസത്തെ യുദ്ധം ഇസ്രായേൽ നടത്തിയത്. പക്ഷേ ഭൂമിക്കടിയിൽ വളരെ അധികം ആഴത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇറാൻ്റെ ആണവായുധങ്ങൾ ആര് നശിപ്പിക്കുമെന്ന് ചോദിച്ചാൽ അതിന് ഇസ്രായേലിന് കരുത്തില്ല. അമേരിക്കയുടെ പക്കലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ കിട്ടിയാൽ ഒരു കൈ നോക്കാം എന്നതായിരുന്നു സ്ഥിതിവിശേഷം. അതുകൊണ്ട് അമേരിക്കയെ നിർബന്ധിച്ച് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വിക്ഷേപിക്കുകയാണ് അന്ന് ഇസ്രായേൽ ചെയ്തത്. അതോടുകൂടി ഇറാൻ്റെ ആണവായുധങ്ങളെല്ലാം തകർന്നു തരിപ്പണമായി എന്ന് അമേരിക്ക വീരവാദം മുഴക്കിയിരുന്നതാണ് അന്ന്. പക്ഷേ ആ ആക്രമണം അതൊരു പരാജയമായി മാറിയിരുന്നു. ഇറാൻ്റെ ആണവായുധങ്ങളെ ഒന്നും ചെയ്യാൻ അമേരിക്കയുടെ ഈ ആക്രമണത്തിന് സാധിച്ചില്ല. ഇറാൻ അത് അന്ന് തന്നെ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടും വന്നു. അതേ, ശരിയാണ്, ചില നാശനഷ്ടങ്ങൾ ഇറാൻ്റെ ആണവ മേഖലയ്ക്ക് ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ സമ്പുഷ്ടീകരിച്ച യുറേനിയം അതിപ്പോഴും ഇറാൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ സംയുക്തമായ ആക്രമണം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടത്. ഫെബ്രുവരി 28-നായിരുന്നു ആദ്യ ആക്രമണം. ആ ആക്രമണത്തിൽ തന്നെ അയത്തുള്ള ഖമീനി കൊല്ലപ്പെടുന്നു. ഈ കൊല്ലപ്പെടലിന് ശേഷം ഇറാൻ കീഴടങ്ങും. ഉടൻ തന്നെ 5-4 ആഴ്ചത്തെ യുദ്ധത്തിന് ശേഷം ഇറാൻ കീഴടങ്ങും എന്നാണ് അമേരിക്ക പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതുവരെ അത് ഉണ്ടായിട്ടില്ല. ലോകമെമ്പാടും വലിയ ഇന്ധന പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സാമ്പത്തികമായി ഇറാനെ ഞെക്കിക്കൊല്ലാനുള്ള ഉപരോധം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. 3-3.5 ലക്ഷം കോടി രൂപയാണ് അമേരിക്ക ഇറാനിൽ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞത്. അമേരിക്കയുടെ പേര് കേട്ട മിസൈലുകളും ബോംബുകളുമെല്ലാം ഇറാനിൽ വർഷിക്കുകയും അമേരിക്കയുടെ ആയുധപ്പുര ഏതാണ്ട് കാലിയാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ സർവേ നടത്താൻ തീരുമാനിച്ചത്. ആ സർവേ ഫലം പുറത്തു വന്നപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ ഞെട്ടുകയാണ്. 61% ആളുകളും യുദ്ധം ഇപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. ഇങ്ങനെ അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കെ അമേരിക്കയുടെ പാർലമെൻറ്റിൻ്റെ അധികാരമോ അംഗീകാരമോ ഇല്ലാതെ പ്രസിഡൻ്റ് ഇങ്ങനെ യുദ്ധത്തിന് പോകേണ്ടതില്ല. സത്യത്തിൽ അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ അതിന് പാർലമെൻറ്റിൻ്റെ അംഗീകാരം വേണം. പക്ഷേ പ്രസിഡൻറ്റിന് ഒരു 60 ദിവസത്തെ സൈനിക നടപടിക്ക് അമേരിക്കൻ ഭരണഘടന അനുമതി നൽകുന്നുണ്ട്. ഈ ഒരു പഴുതുപയോഗിച്ചുകൊണ്ടാണ് ഇറാനുമേൽ ശക്തമായ ആക്രമണം അമേരിക്ക നടത്തിയത്. ഇപ്പോൾ യുദ്ധം അവസാനിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്ന ഇറാൻ നേരിട്ടല്ലെങ്കിലും പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് നമ്മൾ കണ്ടു. അത് ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം കാരണമാണ്. ഈ ഉപരോധത്തിന് ശേഷം ഇറാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഇറാൻ്റെ വരുമാന മാർഗങ്ങളടക്കം നിലച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധം അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ എന്ന് കരുതിയാണ് ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്തുക എന്നതിൽ കവിഞ്ഞ ഒരു ഒത്തുതീർപ്പിനും അമേരിക്ക തയ്യാറല്ല. ഈ സാഹചര്യത്തിലാണ് ഏതാനും ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറാൻ കഴിഞ്ഞ ദിവസം ചില നിർദ്ദേശങ്ങൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വഴി പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിനും പാകിസ്ഥാൻ പ്രതിനിധി സംഘം വഴി അമേരിക്കയ്ക്കും നൽകിയത്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ്
തള്ളുകയാണ് ചെയ്തത്. ഈ ഉപരോധം കൊണ്ട് ഇറാനെ വരച്ച വരയിൽ നിർത്താനാകും എന്നിപ്പോൾ അമേരിക്ക വിശ്വസിക്കുകയാണ്. താൽക്കാലികമായി പാർലമെൻറ്റിനെ മറികടക്കാൻ വേണ്ടി യുദ്ധം അവസാനിച്ചെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. അതേസമയം എപ്പോൾ വേണമെങ്കിലും യുദ്ധം പുനരാരംഭിക്കാൻ, അതായത് യുദ്ധം അവസാനിച്ചു എന്ന് പ്രസിഡന്റ് പ്രഖ്യാപിച്ചതോടുകൂടി ആ 60 ദിവസത്തെ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഇനി വീണ്ടും 60 ദിവസം കൂടി യുദ്ധം ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ പുനരാരംഭിച്ചേക്കും അമേരിക്ക എന്ന സൂചനയുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക നടത്തുന്ന ഉപരോധം അത് വളരെയധികം എഫക്റ്റീവായി തന്നെ ഇറാനെ സ്വാധീനിക്കുന്നുണ്ട്. ഇറാൻ ഇപ്പോൾ കൈയും കാലും ഇട്ട് അടിക്കുന്നുണ്ട്. കാരണം ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള എണ്ണ അത് പുറത്തേക്ക് പോയാൽ മാത്രമേ ഇറാന് വരുമാനം ഉണ്ടാവുകയുള്ളൂ. ആ കൃത്യം നിർവഹിക്കുന്നത് ചൈനയാണ്. ഇറാൻ്റെ 90% എണ്ണയും ചൈന വാങ്ങുന്നുണ്ട്. ഈ എണ്ണയുടെ ഒരു നല്ലൊരു ഭാഗം ചൈന ഉപയോഗിക്കുന്നു, മറ്റേ ഭാഗം അത് റിഫൈൻ ചെയ്ത് മറ്റ് രാജ്യങ്ങൾക്ക് വിറ്റ് പണമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൊരു ഭാഗമാണ് ഇറാന് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സും. അതിപ്പോൾ നിലച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇറാൻ ഏതെങ്കിലും തരത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ചു വരികയാണ്. പക്ഷേ ആണവായുധത്തിന്മേലുള്ള അവകാശവാദം ഉപേക്ഷിക്കാൻ ഇറാനും തയ്യാറില്ല എന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇറാൻ്റെ നിർദ്ദേശങ്ങൾ ഇപ്പോൾ അമേരിക്ക തള്ളിക്കളഞ്ഞിരിക്കുന്നത്, യുദ്ധം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതും. ഈ യുദ്ധം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചാൽ ഏതൊരു യുദ്ധവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊരു വലിയ ആശ്വാസമേകേണ്ട വാർത്തയാണ്. പക്ഷേ ഇവിടെ അതൊരു ആശ്വാസമേകേണ്ട വാർത്തയല്ല. എന്തുകൊണ്ട് യുദ്ധം അവസാനിച്ചു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു എന്ന് ചോദിച്ചാൽ അത് ഈ നിയമപ്രകാരമാണ്. അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് പാർലമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ അമേരിക്കൻ പ്രസിഡന്റിന് ഏതെങ്കിലും രാജ്യത്ത് സൈനിക നടപടി നടത്താം. പക്ഷേ അത് 60 ദിവസത്തേക്ക് മാത്രമാണ്. ഈ 60 ദിവസം ഇന്ന് അവസാനിക്കുകയാണ്. അതോടുകൂടി ട്രംപ് യുദ്ധം അവസാനിച്ചു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇനി ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോകാൻ ട്രംപിന് പാർലമെൻറ്റിനെ സമീപിക്കേണ്ട കാര്യമില്ല. അവിടെ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത യുദ്ധം നടത്താനുള്ള 60 ദിവസം നടത്താനുള്ള ഒരു നിയമപരമായ അധികാരം ട്രംപിന് വന്നു ചേർന്നിരിക്കുകയാണ്. ഔദ്യോഗികമായി ഈ യുദ്ധം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി. അതുകൊണ്ട് തന്നെ ഇറാൻ ഒന്ന് ഭയപ്പെടേണ്ടി വരും. ഈ യുദ്ധം അവസാനിച്ചു എന്ന വാർത്താ പ്രഖ്യാപനം അതൊരിക്കലും ആശ്വാസമല്ല. ഇറാൻ ഈ രീതിയിൽ തന്നെ ഭയപ്പെടേണ്ടി വരും. കാരണം ഏത് നിമിഷവും അമേരിക്കയ്ക്ക് ഈ യുദ്ധം പുനരാരംഭിക്കാൻ സാധിക്കും. ഇപ്പോൾ ചിലവാക്കിയ പണത്തിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് എങ്കിൽ തീർച്ചയായും അമേരിക്ക ഈ യുദ്ധം നിർത്തിയിട്ട് ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം കടുപ്പിക്കാനായിരിക്കും ശ്രമിക്കുക. ആ ഉപരോധം കടുപ്പിക്കലിനെതിരെ ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിച്ചാൽ തീർച്ചയായും അമേരിക്ക അതിനുള്ളിൽ പ്രത്യാക്രമണം നടത്തും എന്ന കാര്യത്തിലും തർക്കമില്ല. അമേരിക്കയും ഇസ്രായേലും പെട്ടെന്ന് തന്നെ ഇറാനെ അവസാനിപ്പിച്ചതിന് ശേഷം ക്യൂബയെ കീഴടക്കാൻ നിൽക്കുകയാണ്. ക്യൂബയ്ക്കെതിരെ ഉടൻ സൈനിക നടപടി ഉണ്ടാകുമെന്ന സൂചന ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ സ്വതന്ത്രമായ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നു. കാരണം ഇപ്പോൾ അമേരിക്കയും ഇറാനും വരുത്തി വച്ചിരിക്കുന്ന ഈ യുദ്ധം കാരണം ലോകമെമ്പാടും ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവുകയാണ്. ഇന്നലെ തന്നെ ഇന്ത്യയുടെ കൊമേഴ്സ്യൽ പാചകവാതകത്തിന് സിലിണ്ടർ ഒന്നിന് 1000-ഓളം രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇനി പെട്രോൾ വില അടക്കം വർദ്ധിപ്പിക്കാനുള്ള വലിയ സമ്മർദ്ദം പൊതുമേഖലാ കമ്പനികൾ നടത്തുന്നുമുണ്ട്. ചില സ്വകാര്യ കമ്പനികൾ പെട്രോൾ വില വർദ്ധിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയുമാണ്. ഇത് രാജ്യങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വലിയ പ്രശ്നമുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് ട്രംപിൻ്റെ ഈ യുദ്ധക്കൊതിയാണ്. ഒരു കാരണവശാലും അമേരിക്കയുടെ പണം ഇങ്ങനെ പുറത്തു കൊണ്ടുപോയി യുദ്ധം ചെയ്ത് നശിപ്പിക്കില്ല, ആർക്കെങ്കിലും വേണ്ടി യുദ്ധം ചെയ്ത് നശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് കേട്ട് ഇസ്രായേലിന് വേണ്ടി ഇത്രയധികം തുക ചിലവാക്കിയിരിക്കുന്നു എന്നൊരു സൂചന, അങ്ങനെയൊരു നിലപാട് ഇപ്പോൾ അമേരിക്കയിലെ ജനങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഈ 65% ജനങ്ങളും യുദ്ധത്തിന് എതിരാണ് എന്ന ഒരു സർവേ ഫലം വരാനുള്ള അടിസ്ഥാന കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.